ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്നത് കേരളത്തിൻ്റെ കുറ്റമായി മാറുക, എന്നും നമ്മുടെ ജനങ്ങളെ പട്ടിണിക്കാരായി നിലനിർത്തിയാൽ മാത്രമേ ആനുകൂല്യം കിട്ടൂ എന്ന ഫ്യൂഡൽ കോർപ്പറേറ്റ് മനോഭാവമാണ് മോഡി കേരളത്തോട് കാണിക്കുന്നത്. തൊഴിലാളികൾക്ക് 10 അവകാശങ്ങൾ നൽകുന്ന ജോലി, കൂലി, യഥാസമയം കൂലി, പണിയെടുക്കുന്നിടത്ത് അപകടമുണ്ടായാൽ സൗജന്യ ചികിത്സ, മരണം സംഭവിച്ചാൽ കോമ്പൻസേഷൻ അടക്കം ഉറപ്പു നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ഉറപ്പില്ലാത്ത പദ്ധതിയാക്കുക മാത്രമല്ല, ഇതൊരു തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിനുള്ള ബോധപൂർവമായ നയമാണ്. രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുന്നത് മാത്രമല്ല, രാഷ്ട്രപിതാവിനെ കുടിയിറക്കിക്കഴിഞ്ഞു മോഡി പണ്ടേ. രാഷ്ട്രപിതാവിൻ്റെ ഘാതകരെ പാർലമെൻറ്റിൽ പ്രതിഷ്ഠിച്ച് ആദരിച്ച മഹാനാണ് മോഡി. ആ മോഡി രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുക അല്ല, പകരം രാമൻ്റെ പേരിടുക. എന്നിട്ടിത് പാവപ്പെട്ട ജനങ്ങളിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ട നടപ്പാക്കാനുള്ള പ്രചാരവേദിയായി മോഡി ഈ പദ്ധതിയെ മാറ്റുകയാണ്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ ജനങ്ങളുടെ ജീവിതത്തെ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം കാലമായി ഏറെ സ്വാധീനിക്കുകയും അവരുടെ ജീവിതത്തിന് അല്പമെങ്കിലും പ്രത്യാശ നൽകുകയും ചെയ്ത ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. CPIM പുറമുനിന്ന് പിന്തുണച്ച 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് രൂപീകൃതമായ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നടപ്പാക്കുന്നത്. 2005 മുതൽ ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായി അവർക്ക് പ്രതീക്ഷയായി നിൽക്കുന്ന പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതിയുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന രീതിയിൽ സമ്പൂർണമായും ഈ പദ്ധതിയെ തകർക്കത്തക്ക രീതിയിലുള്ള പുതിയ നിയമ ഭേദഗതി നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരെ രാജ്യമെങ്ങും അതിശക്തമായ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ നിയമ ഭേദഗതി ഏതെല്ലാം രീതിയിലാണ് ഈ പാവപ്പെട്ട കുടുംബങ്ങളെ ബാധിക്കുക, അല്ലെങ്കിൽ ഈ പദ്ധതിയെ ആശ്രയിച്ച് കഴിഞ്ഞ കുടുംബങ്ങളെ ഏതൊക്കെ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കുക എന്ന് നമ്മൾ വിശദീകരിക്കുന്നതിന് വേണ്ടി NREG വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി S. രാജേന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം സഖാവേ. നമസ്കാരം. ഇന്ന് നിയമ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭമാണ് പാർലമെൻറ്റിനകത്തും പുറത്തും അലയടിക്കുന്നത്. എങ്കിലും ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടെങ്കിലും പോലും നമ്മുടെ നേരത്തെ തൊഴിൽ കോഡ് നടപ്പാക്കിയതുപോലെ ഈ നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന കുടുംബങ്ങളെ, പണിയെടുക്കുന്നവരെ മാത്രമല്ലല്ലോ അവരെ ആശ്രയിച്ച് കഴിയുന്ന കോടിക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്ന, ഇടതുപക്ഷ പിന്തുണയോടെയുള്ള 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 2005 രാജ്യത്തെ കോടിക്കണക്കിന് ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. 20 വർഷങ്ങളാകുകയാണ്. ഈ പദ്ധതി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വലിയ തോതിൽ ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാക്കാൻ ഉപകരിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ രാജ്യം എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്നതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കാനോ ഈ ഗ്രാമീണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനോ സഹായകമായ നിലപാടല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നിരവധി അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2005 പദ്ധതി പാർലമെൻറ്റ് പാസ്സാക്കി നിയമമായി. 2006 പദ്ധതി ആരംഭിച്ചു. 2008 രാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും പദ്ധതി വ്യാപിച്ചു.
എല്ലാ ഗ്രാമപഞ്ചായത്തുകളുമാണ് പദ്ധതി നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതലയും. ഈ പദ്ധതിയിൽ ഇന്ന് ഏകദേശം 15.5 കോടിയോളം കുടുംബങ്ങൾ രാജ്യത്താകെ രജിസ്റ്റർ ചെയ്ത് ആക്റ്റീവ് കുടുംബങ്ങളായിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ 21 ലക്ഷത്തിലധികം ആക്റ്റീവ് കുടുംബങ്ങൾ ഈ പദ്ധതിയിലുണ്ട്. അതിൽ ഗണ്യമായ വിഭാഗം കുടുംബങ്ങൾക്കും തൊഴിൽ കിട്ടുന്നു എന്ന് മാത്രമല്ല, ആ വരുമാനം നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ തൊഴിലാളികളുടെ അധ്വാനം നാടിൻ്റെ വികസനത്തിനും ഉൽപ്പാദന മേഖലയിലും ഫലപ്രദമായി വിനിയോഗിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്ന യാഥാർത്ഥ്യം പോലും ഭരണാധികാരികൾ തിരിച്ചറിയുന്നില്ല. അതിൻ്റെ ഫലമാണ് ഏറ്റവും വലിയ അവകാശാധിഷ്ഠിത നിയമമെന്ന് നമ്മുടെ രാജ്യം കണ്ടിരുന്ന തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ നിയമം ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കുകയാണ്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു. ഈ പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ തുകയും തൊഴിലാളികളുടെ കൂലി, നിർമ്മാണ സാമഗ്രികളുടെ വിലയുടെ 75%, നിർവഹണ ചെലവടക്കം പൂർണ്ണമായും നിർവഹിച്ചിരുന്നത് കേന്ദ്ര സർക്കാരാണ്. നിയമപരമായി തന്നെ കേന്ദ്രത്തിൻ്റെ ബാധ്യതയാണത്. എന്നാൽ ആ ചുമതലയെല്ലാം കേന്ദ്രം കൈയൊഴിഞ്ഞ് ഈ പദ്ധതിയുടെ ബാധ്യത സംസ്ഥാനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പം സഹ പറഞ്ഞു വരുന്നത് സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇപ്പം 40% സംസ്ഥാനവും 60% കേന്ദ്രവും എന്ന രീതി, അതായത് മറ്റ് പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ പോലെ തന്നെ ഇത് കൊണ്ടുവരുന്നത് ഈ പദ്ധതിയെയും മാറ്റി തീർക്കുക. അപ്പോൾ ഇത് ഇപ്പം കേരളം പോലുള്ള സംസ്ഥാനത്തെ പ്രത്യേകിച്ചും സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെൻറ് ചങ്ങലക്കെട്ടിരിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കുന്നത്. അത്തരൊരു സാഹചര്യത്തിൽ ഇത് വലിയ തോതിൽ കേരളത്തെ ബാധിക്കുന്ന ഒന്നല്ലേ? ശരിയാണ്. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വഴി ചെലവഴിച്ച തുക 4011 കോടി രൂപയാണ്. അതിൽ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ വിഹിതമായി സംസ്ഥാനം നൽകേണ്ടിയിരുന്നത് കേവലം 168 കോടി രൂപ മാത്രമാണ്. ആ തുക സംസ്ഥാനം നീക്കിവെച്ചിരുന്നു. ബാക്കി മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് വിനിയോഗിച്ചത്. പുതിയ നിയമം 4011 കോടി രൂപയുടെ തൊഴിൽ ഈ സാമ്പത്തിക വർഷം ചെയ്താൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ബാധ്യതയായി വരുന്നത് 1605 കോടി രൂപയാണ്. ഇത്തരത്തിൽ സംസ്ഥാനങ്ങളെ വരിഞ്ഞുമുറുക്കാൻ കേന്ദ്രം മറ്റ് പദ്ധതികളെപ്പോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയും വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ വരുമാനവും കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കുകയും സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കേന്ദ്രം കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന തികഞ്ഞ അനീതിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ പുതിയ നിയമ ഭേദഗതിക്കകത്ത് വിളവെടുപ്പ് സമയം, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയം കൂടാണ് ഈ വിളവെടുപ്പ് സമയം. നമ്മുടെ കാർഷിക വൃത്തി ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതിന് വളരെ പ്രാധാന്യം. പക്ഷേ ആ സമയത്ത് ഇനി ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്നുള്ളൊരു പുതിയ ഭേദഗതിയും കൂടെ വരുന്നില്ലേ? ഒരു കലണ്ടർ ഇയറിൽ 60 ദിവസം, അതായത് കാർഷിക ജോലികൾ ചെയ്യുന്ന സീസണിൽ 60 ദിവസം തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്ന് നോട്ടിഫൈ ചെയ്യണമെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം കാർഷിക ജോലി നടക്കുന്ന സമയത്ത് തൊഴിലാളികൾ, ഗ്രാമീണ ജനങ്ങൾ തൊഴിലും വരുമാനവും ഇല്ലാതെ ബുദ്ധിമുട്ടും. അപ്പോൾ കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ കിട്ടും. അങ്ങനെ തൊഴിലാളികളെ പച്ചയായി ചൂഷണം ചെയ്യാൻ എറിഞ്ഞു കൊടുക്കുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് ഈ നിയമത്തിലൂടെ അടിച്ചേൽപ്പിക്കുകയാണ്. പഴയ ജന്മിത്തത്തിലേക്കുള്ളൊരു തിരിച്ചു. അതെ, ഇത് പണ്ട് കോൺഗ്രസ്സുകാർ തുടങ്ങി വെച്ചതാ.
രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൊഴിലുറപ്പ് നിയമത്തിൽ അവരൊരു ഭേദഗതി വരുത്തി. അത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭൂസ്വാമിമാർക്ക് വേണ്ടിയായിരുന്നു. അതായത് നേരിട്ടുള്ള കൃഷി ജോലികൾ, ആവർത്തന സ്വഭാവമുള്ള കൃഷിപ്പണികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പാടില്ല എന്ന ആദ്യ നിയമം ഉണ്ടാക്കിയത് രണ്ടാം UPA ഗവൺമെൻറ്റാണ്. അതിൻ്റെ പുതിയൊരു പതിപ്പാണ് മോഡി ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പച്ചയായി അവതരിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കുക, ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് ദശലക്ഷക്കണക്കിന് രൂപ സൗജന്യം ചെയ്യുന്നു. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ മുഖ്യമായ പങ്കും അവർക്ക് വീതം വെച്ച് കൊടുക്കുന്നു. രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് അതവർക്ക് ദാനമായി നൽകുന്നു. ഇതിനെല്ലാം സമ്പത്തുണ്ടാക്കുന്നതിന് മോഡി ഗവൺമെൻറ്റിന് ഒരു മടിയില്ല. അതേസമയം രാജ്യത്തെ പട്ടിണി പാവങ്ങൾക്കുള്ള പദ്ധതിക്ക് വേണ്ടി തുക മാറ്റിവെക്കാനില്ല. ഈ നയമാണ്, ഈ കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയാണ് മോഡി നടപ്പാക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ താമസിച്ചാണെങ്കിലും തിരിച്ചറിയും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ പേരിലുള്ളതുപോലെ തന്നെ തൊഴിൽ ഉറപ്പാണ്. അതായത് നിർബന്ധിതമായി 100 ദിവസത്തെ തൊഴിൽ നൽകണം എന്നുള്ളതാണ്. അത് പല സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നതിൽ വെച്ച് കേരളം അത് തുടങ്ങിയ കാലം മുതൽ ഇതുവരെ വളരെ നല്ല നിലയിൽ നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ നഗരമേഖലയിലാണ് നമ്മളാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പോലുള്ളത് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു 10ഓളം അവകാശങ്ങൾ ഇതിലുണ്ടായിരുന്നു. ആ 10ഓളം അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇത് ഒരു യാദൃശികമായി വന്നത് ആണെന്ന് പറയാൻ കാരണം നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലഘട്ടം മുതൽ തന്നെ അവരുടെ ഓരോ ബജറ്റിലും തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഈ ബജറ്റ് വിഹിതം കുറയ്ക്കുന്നുണ്ട്, തൊഴിൽ ദിനങ്ങളും കുറയ്ക്കുന്നുണ്ട്. കുറച്ച് അത് വെച്ചാൽ പടിപടിയായിട്ടുള്ള വളരെ പ്ലാനഡ് ആയിട്ടുള്ള ഒന്നല്ല. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ രാജ്യത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി, പ്രത്യേകിച്ചും പട്ടിണിയുടെ സൂചികയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുകയാണ്. പട്ടിണി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് പുതിയ കണക്കുകൾ. ആ സമയത്ത് പോലും ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമാണ് നമ്മൾ. ആ സമയത്ത് പോലും അതിൽ നിന്ന് കുറച്ചെങ്കിലും ജനങ്ങൾക്ക് കരകയറാനുള്ള ഒരു സാഹചര്യത്തിൻ്റെ നേരെ അതിൻ്റെ കടയ്ക്കൽ കത്തി വെക്കുന്നതിന് പിന്നിൽ അജണ്ട എന്തായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിലുറപ്പ് പദ്ധതി മാത്രമല്ല, ഇന്ത്യയിലെ തൊഴിലാളി വർഗം പോരാടി നേടിയെടുത്ത എല്ലാ തൊഴിലവകാശങ്ങളും, ജോലി സമയം, കൂലി വ്യവസ്ഥ, മിനിമം കൂലി, തൊഴിലെടുക്കാനും അവകാശങ്ങൾ ചോദിക്കാനും സംഘടിക്കാനുള്ള അവകാശം അടക്കമുള്ള എല്ലാ തൊഴിലവകാശങ്ങളും റദ്ദ് ചെയ്യുന്ന പുതിയ ലേബർ കോഡ് നടപ്പാക്കിയ ഗവൺമെൻറ്റാണ് മോഡിയുടെ ഗവൺമെൻറ്. അതിൻ്റെ തൊട്ട് പിന്നാലാണ് ഇത് നടപ്പാക്കുക. അതിൻ്റെ തൊട്ടു പിന്നേറെയാണ് രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ഗ്രാമീണ ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്ന ഒരു അവകാശാധിഷ്ഠിത നിയമമായിരുന്ന, തൊഴിലാളികൾക്ക് 10 അവകാശങ്ങൾ നൽകുന്ന ജോലി, കൂലി, യഥാസമയം കൂലി, പണിയെടുക്കുന്നിടത്ത് അപകടമുണ്ടായാൽ സൗജന്യ ചികിത്സ, മരണം സംഭവിച്ചാൽ കോമ്പൻസേഷൻ അടക്കം ഉറപ്പു നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ ഉറപ്പില്ലാത്ത പദ്ധതിയാക്കുക മാത്രമല്ല, ഇതൊരു തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിനുള്ള ബോധപൂർവമായ നയമാണ്. രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുന്നത് മാത്രമല്ല, രാഷ്ട്രപിതാവിനെ കുടിയിറക്കിക്കഴിഞ്ഞു മോഡി പണ്ടേ. രാഷ്ട്രപിതാവിൻ്റെ ഘാതകരെ പാർലമെൻറ്റിൽ പ്രതിഷ്ഠിച്ച് ആദരിച്ച മഹാനാണ് മോഡി. ആ മോഡി രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുക അല്ല, പകരം രാമൻ്റെ പേരിടുക. എന്നിട്ടിത് പാവപ്പെട്ട ജനങ്ങളിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ട നടപ്പാക്കാനുള്ള പ്രചാരവേദിയായി മോഡി ഈ പദ്ധതിയെ മാറ്റുകയാണ്. രാമക്ഷേത്രത്തിന് ശേഷമുള്ള ഒരു വൈകാരികത ഉണർത്തലും കൂടിയാണത്. പാവപ്പെട്ട ഗ്രാമീണ ജനങ്ങളുടെ ഇടയിൽ ഈ വർഗീയ വിഭജനത്തിന് ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ട ബോധപൂർവം പ്രചരിപ്പിക്കാനുള്ള വേദിയായി ഇതിനെ മാറ്റുകയാണ്. ഇത് വർഗീയ വിഭജനത്തിന് വേണ്ടിയാണ്, ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ നാടിൻ്റെ സമ്പദ്ഘടന തകർക്കുന്നതിന് സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇപ്പം നിലവിൽ നമുക്കുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ SC/ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അവരുടെ പറമ്പിൽ തന്നെ തൊഴിലെടുക്കാം, അങ്ങനെയുള്ള ഒരുപാട് അവകാശങ്ങൾ നിലവിലെ അത് ഇതിലുണ്ടാവുമോ? ഇല്ല, പുതിയ നിയമത്തിൽ അതൊന്നുമില്ല. ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ദേശീയ തലത്തിൽ 59%, കേരളത്തിൽ അത് 89%. ദേശീയ തലത്തിൽ തൊഴിൽ കിട്ടുന്നത് 10% പേർക്കാണ് 100 ദിവസം ജോലി കിട്ടുന്നതെങ്കിൽ കേരളത്തിലത് 40% കുടുംബങ്ങൾക്കാണ്.
ശരാശരി 67 തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ കൊടുക്കുന്നു. അഖിലേന്ത്യാ ശരാശരി 50-ൽ താഴെയാണ്. ഇതിനെല്ലാം പുറമെയാണ് കേരളം ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ആവശ്യപ്പെടാറുണ്ട്. നമ്മുടെ ലേബർ ബജറ്റ് 23-24 കേരളത്തിന് കിട്ടിയ ലേബർ ബജറ്റ് 10.5 കോടിയാണ് തൊഴിൽ ദിനങ്ങളാണ്. 24-25 ആയപ്പോൾ അത് 6 കോടിയായി ചുരുക്കി. ഈ സാമ്പത്തിക വർഷത്തെ ലേബർ ബജറ്റ് 5 കോടി മാത്രമാണ്. ഇപ്പം തന്നെ അത് കഴിഞ്ഞു. ഇത് മാത്രമല്ല, നീക്കിവെക്കുന്ന തുകയോ 1,18,000 കോടി രൂപ 2 വർഷം മുമ്പ് പദ്ധതിക്ക് നീക്കിവെച്ചതാണ്. കൂലി നാമമാത്രമായി കൂടി, പുതിയ തൊഴിലാളികൾ ധാരാളം വന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി 86,000 കോടി മാത്രമാണ് മാറ്റിവെക്കുന്നത്. ഈ കൂലി കൂട്ടുന്നതിലൊരു വിവേചനമല്ല. പല സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന് വേണ്ട രീതിയിൽ ഇല്ല. ഈ പദ്ധതി തുടങ്ങുന്ന സമയത്തെ കൂലി എത്രയാണെന്നറിയാമോ? ഇന്ത്യയിലെ പൊതു സംസ്ഥാനങ്ങളിൽ 60 രൂപയും കേരളത്തിന് 125 രൂപയായിരുന്നു. ജീവിത നിലവാര സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് 125 രൂപ കിട്ടിയിരുന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. നമുക്ക് 369 രൂപയുള്ളൂ. ബീഹാറിൽ 255 രൂപയാണ് കൂലി. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിക്കയിടത്തും 200, 250, 300 രൂപ കൂലി നിൽക്കുന്നു. കേരളത്തിന് 369 രൂപ കിട്ടുന്നതിന് അടിസ്ഥാനപരമായൊരു കാരണം കേരളത്തിൻ്റെ ജീവിത നിലവാരം ഉയർന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ കൂലി കിട്ടേണ്ടത്. ഏറ്റവും കൂടുതൽ കൂലി കിട്ടേണ്ട സംസ്ഥാനം കേരളമാണ്. പക്ഷേ അത് നമുക്ക് തരില്ല. അത് മോഡി ഹരിയാനയ്ക്കേ കൊടുക്കൂ. അതുപോലെ തന്നെ ഏറ്റെടുക്കാവുന്ന പ്രവൃത്തി, നേരത്തെ ചോദിച്ചല്ലോ, ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികൾ 266 പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അതുണ്ടാവില്ല. ഇപ്പം തന്നെ പട്ടികജാതി വിഭാഗങ്ങൾ, ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ, സ്ത്രീകൾ, ഇവർക്ക് ഈ പദ്ധതി പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് നിയമത്തിൽ തന്നെ. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ തന്നെ തൊഴിലെടുക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ ഈ പദ്ധതിയിൽ പ്രോജക്റ്റായിട്ട് വെച്ച് നടപ്പാക്കാം സംസ്ഥാനങ്ങൾക്ക്. ഇനി അതുണ്ടാവില്ല. പാവപ്പെട്ട ദളിതരെയും ആദിവാസികളെയും സ്ത്രീകളെയും മാത്രമല്ല സമസ്ത ദരിദ്ര വിഭാഗങ്ങളെയും ഇല്ലാതാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ ഇപ്പം നിലവിൽ ദാരിദ്ര്യമില്ലാതാക്കലല്ല, ദരിദ്രരെ തന്നെ ഇല്ലാതാക്കല. നിലവിൽ ഇപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ പ്രോജക്റ്റുകൾ തയ്യാറാക്കാമായിരുന്നു ഇപ്പം നിലവിൽ ഉള്ള നിയമത്തിൽ. പക്ഷേ പുതിയ നിയമ ഭേദഗതിയിൽ ആ ഒരു കേന്ദ്രീകരണത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ മാറ്റി നിർത്തി അതൊക്കെ മേലെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിക്കുന്ന പദ്ധതികളോ നടപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ശരിയാ. കാരണം ഇപ്പോൾ ഈ നിയമം അനുസരിച്ച് ഓരോ ഗ്രാമപഞ്ചായത്തും ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ലേബർ ബജറ്റ് തയ്യാറാക്കി മുൻകൂട്ടി അനുമതി മേടിച്ച് തൊഴിൽ നൽകാൻ തയ്യാറായി വെക്കണം. ലേബർ ബജറ്റ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അടുത്ത വർഷത്തേക്കുള്ള ലേബർ ബഡ്ജറ്റ് ഫെബ്രുവരിയിൽ ഈ വർഷം നടപ്പാക്കി അംഗീകാരം കൊടുക്കണം. അങ്ങനെ ലേബർ ബജറ്റ് തയ്യാറാക്കാനും ഓരോ പ്രദേശത്തിൻ്റെയും സാധ്യതയ്ക്കനുസരിച്ചുള്ള പദ്ധതികൾ രൂപം നൽകാനും നിലവിലെ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. മേലിലതുണ്ടാവില്ല. കേന്ദ്രം നോട്ടിഫൈ ചെയ്യുന്ന പദ്ധതികൾ കേന്ദ്രം നോട്ടിഫൈ ചെയ്യുന്ന പ്രദേശങ്ങൾക്ക് മാത്രമായി ചുരുങ്ങും. അതിലേറെ അപകടം, ദാരിദ്ര്യമാണ് ഇതിൻ്റെ മാനദണ്ഡമായി കണക്കാക്കുന്നതെങ്കിൽ അത്തരം ഗ്രാമപഞ്ചായത്തുകൾ മാത്രമേ പരിഗണിക്കൂ എന്ന ഇപ്പോഴുള്ള പുതിയ നിലപാട് കേരളത്തെ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്നത് കേരളത്തിൻ്റെ കുറ്റമായി മാറുക. എന്നും നമ്മുടെ ജനങ്ങളെ പട്ടിണിക്കാരായി നിലനിർത്തിയാൽ മാത്രമേ ആനുകൂല്യം കിട്ടൂ എന്ന ഫ്യൂഡൽ കോർപ്പറേറ്റ് മനോഭാവമാണ് മോഡി കേരളത്തോട് കാണിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോഴേ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമ ഭേദഗതിയായിട്ട് മുന്നോട്ട് പോകുന്നു. പല നിയമ ഭേദഗതികളും പുതിയ നിയമങ്ങളൊക്കെ അവരുടെ ആ ഒരു ധിക്കാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ നടപ്പാക്കുന്നു. അതേ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ തിരിച്ചുള്ള ഉദാഹരണമുണ്ട്, കർഷക ബില്ല്. പിന്നെ അതിശക്തമായ സമരത്തിലൂടെ അവസാനം ഗവൺമെൻറ്റിന് പിന്മാറേണ്ടി വന്നു, നിയമ ഭേദഗതി പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അതിശക്തമായൊരു പ്രക്ഷോഭം നമ്മുടെ രാജ്യത്ത് ഈ തൊഴിലുറപ്പ് ഏറ്റു. കാരണം അതെല്ലാ സംസ്ഥാനങ്ങളെയും പല രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിശക്തമായ നമ്മുടെ സംസ്ഥാനത്ത് ഞങ്ങളത് ആലോചിച്ചു. ദേശീയ തലത്തിലും അത്തരം പ്രക്ഷോഭത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രസ്ഥാനങ്ങൾ യോജിച്ചുകൊണ്ട് ഇത്തരം
ജനവിരുദ്ധ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടം സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ 20-ാം തീയതി എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തും സംസ്ഥാനത്താകെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ടുള്ള അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. തുടർന്ന് സംസ്ഥാന വ്യാപകമായി വിപുലമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് മറ്റ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വലിയ ഒരു പൊതു പ്രക്ഷോഭത്തിൻ്റെ വേദി തന്നെ രൂപപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം ഇത് നാടിൻ്റെ പൊതു ആവശ്യമാണ്. കേരളത്തിലെ 16 ലക്ഷം കുടുംബങ്ങൾ ഇന്ന് തൊഴിലെടുക്കുന്ന കുടുംബങ്ങൾ തന്നെയുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ആ ജീവിത പ്രശ്നം ഏറ്റെടുക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമാണ്. കേരളത്തിലെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഈ പ്രക്ഷോഭത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മറ്റ് സംഘടനകളും കൂടിയാലോചിച്ചുള്ളൊരു എല്ലാവരുമായും എല്ലാ തൽപരരായ എല്ലാ കക്ഷികളുമായിട്ടും കോർപ്പറേറ്റ് സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ നിലപാടെടുക്കാൻ തയ്യാറുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.